വേണ്ടിയുള്ളൊരു warm welcome ആണ്. ഭാവന തന്നെ ഞെട്ടിരിക്കുകയാണ്. So let's hear it for Bhavana. The very beautiful മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവന ഇവിടെ എത്തിക്കഴിഞ്ഞു. Please club our travel studioക്ക് വേണ്ടി ഭാവന എത്തിക്കഴിഞ്ഞു. ഭാവന നമ്മളോടൊപ്പം ഉണ്ട്. Also social media ഒന്ന് just social media ഒന്ന് seated ആകാൻ രണ്ട് bouncers. ഭാവനയുടെ നിങ്ങളോടൊപ്പം സാന്നിധ്യം കൂടി ഈ ഒരു വേദിയിൽ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. It's an honor and our privilege to have Honorable Panakkad Sakib Nasir Shiva തങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ എത്തുന്നത്. സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്ന് ജസ്റ്റ് നമുക്കറിയാം ഭാവന ഇവിടെ ഉണ്ട്. എന്നാലും ഞങ്ങളുടെ ഡയറക്ടർ അനൂപിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദി ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ അങ്ങനെയുള്ള ഏറ്റവും വലിയ ലോഞ്ചിൽ എത്തിയിരിക്കുന്നു. തങ്ങളുടെ ഒരു സാന്നിധ്യം കൂടി നമുക്കൊന്ന് എൻഷുർ ചെയ്യാനുണ്ട്. അവസരം നിങ്ങൾക്ക് ലഭിക്കും. പ്രീ ലിസ്റ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സിൽ 10 നൈറ്റ്സ് വിത്ത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അനൂപ് സർ? സെക്കൻഡ് എന്ന് പറയുന്നത് ട്രാവൽ ഓർ ദി ഹോളിഡേ പ്രോഗ്രാം ആണ്. വിച്ച് ഈസ് നിങ്ങൾക്ക് എന്ത് ട്രാവൽ ആയിക്കോട്ടെ ഭാവന, എവിടെ പോകണം, ഒറ്റയ്ക്ക് പോകണം, വീട്ടുകാരായിട്ട് പോകണം, ഗേൾ ഫ്രണ്ടുമായിട്ട് പോകണം, ബോയ് ഫ്രണ്ടുമായിട്ട് പോകണം, അതിനുള്ള ഫുൾ ടൈലറിംഗ് ചെയ്ത് കസ്റ്റം മെയ്ഡ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് താമസിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരിക. അത് മാത്രമല്ല ഒരുപാട് സർവീസസും നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടഡ് റേഞ്ചിൽ നൽകാൻ പോവാണ്. ദ പ്രിവിലേജ് പ്രോഗ്രാം മനസ്സിൽ വരുന്ന സിനിമ ഹണീബി. എടാ നിനക്ക് എത്ര വയസ്സുണ്ട്? ഹണീബി അതാണ് അവൻ ആദ്യം മനസ്സിൽ വരുന്ന സിനിമ. ഓക്കെ, ബാക്കി ഏതൊക്കെ പടങ്ങള് സിനിമകൾ? CID മൂസ, പരിമളം. നമ്മളുടെ പരിമളം ഇത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂൾ ടൈം പഠിക്കുന്നതുകൊണ്ട് എന്റെ ബോയ്സിന്റെ ഇടയിലെ ക്രഷ് ആയിരുന്നു ഭാവന എന്ന് പറയുമ്പോൾ. എല്ലാവരും ആഗ്രഹിച്ചത് ഭാവനയെ പോലെ ഒരാളൊന്ന് കല്യാണം കഴിക്കണം. അത്ര മാത്രമായിരുന്നു. ഭാവനയ്ക്ക് ഞാൻ മൈക്ക് കൊടുക്കണോ സാറേ, അതോ തങ്ങള് വന്നിട്ട് വേണം? എന്ത് വേണം സാറിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കാരണം എല്ലാവരും ഭാവന സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഭാവന ഇന്ന് ഒരുപാട് പേരൊന്ന് ചുരിദാറിലായിരിക്കും, ഇന്ന് ഏത് ഡ്രസ്സാണെന്ന് വരെ ഇവിടെ ഭയങ്കര സംവാദങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ദി ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ ആണ്, അവരുടെ ഇനോഗ്രൽ ആണ്. വേറെ സിനിമകൾ ഏതാണ്, പാട്ട് ഏതാണ് മനസ്സിൽ വരുന്നത് ഭാവനയെ കാണുമ്പോ? നീ ഹണീബിയുടെ ആള് തന്നെ, എനിക്ക് മനസ്സിലായി. നീ തുടങ്ങിയ തൊട്ട് നീ ഹണീബി, ജില്ലാല, എനിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു. നീ വേറെ ഏതൊക്കെ പാട്ടുകളാണ്? വീടെ കൂടെ ഭാവന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എന്തൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതിൽ കുറെ ആ തമിഴ് സോങ്സ് എല്ലാം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ എണ്ണപ്പെട്ട പാൻ ഇന്ത്യൻ ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോട് പറയാതെ ഞങ്ങളുടെ ഭാവനയാണെന്ന്. കാരണം തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി അന്ന് ഈ പാൻ ഇന്ത്യൻ എന്നൊരു വാക്കൊന്നും എനിക്കൊന്നും അത്ര പ്രയോഗത്തിൽ ഞങ്ങൾ സുലഭമായിട്ട് വന്നിട്ടില്ല. ആ സമയത്ത് പോലും പാൻ ഇന്ത്യ ലെവലിലേക്ക് മാറിയ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ എല്ലാ ലാംഗ്വേജസിലും എല്ലാം ഇൻഡസ്ട്രീസിലെയും ദ ലീഡിംഗ് സ്റ്റാർസിന്റെ അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് ഇന്നത്തെ ദി ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ, ഞങ്ങൾ വീണ്ടും പറയാണ് ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. കാരണം ഞങ്ങളെ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ദി ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ തന്നെയാണ് ഞാനും എൻ്റെ ബോസുമാരും പറയുന്നത്. കാരണം ഞങ്ങൾ പറയാം ദി വരുമ്പോ അതിനെ പോലെ മറ്റൊന്നില്ല. അത് മാത്രം വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ അത് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ദി ക്ലബ് ആർട്ട് ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. റോം, റിലാക്സ്, റിപ്പീറ്റ് എന്നത് തന്നെയാണ്. യാത്രകൾ ഒരുപാട് ചെയ്യൂ. സോ തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നിങ്ങളുടെ വേദിയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അനൂപ് ആൻഡ് ടീം ഓൾ ദ വെരി ബെസ്റ്റ്. 7 മണിക്ക് കാലിക്കറ്റ് എത്തണം. കുഞ്ഞുള്ളത് കൊണ്ട് അധികം സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വേഗത്തിൽ ഇറങ്ങുന്നത്. സോറി. അതെ, ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ വിഷ്ണു, അനൂപ്, ഭാവന, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഓൾ മീഡിയ. താങ്ക് യു സോ മച്ച് അഞ്ജലിക്ക്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. 11 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ സാധിച്ചത്, നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ആരും കറുപ്പിനഴക് പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും കറുപ്പിനഴകാണ് എല്ലാവരും പറയാറ്. സോ ചിലമ്പൊലിക്കാറ്റിയും അതുപോലെ ഓപ്രിയ ഒക്കെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പൊതുവെ എനിക്ക് കറുപ്പിനഴകാണ് എപ്പോഴും കിട്ടാറ്. ബട്ട് എനിവേ, പിന്നെ ക്ലബ് ആർട്ട് സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൂടുതലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, മൂവി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യുക. പേഴ്സണൽ ട്രിപ്പിനുള്ള സമയങ്ങൾ അധികം കിട്ടാറില്ല. പക്ഷെ ഇവർ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് മാത്രം, എവിടെയാണ് പോകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് തൊട്ട് എല്ലാം ദേ വിൽ ടേക്ക് കെയർ എന്നാണ് പറയുന്നത്. എനിവേർ ഇൻ ദ വേൾഡ് അവരെല്ലാം, ഫ്രം സ്റ്റേറ്റ് ടു അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്താണെങ്കിലും അല്ലേ, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു തലവേദനയാണ്, നമ്മൾ എവിടെ പോയി നിൽക്കണം എന്താണെന്നൊക്കെ. അപ്പോൾ ഇതൊരു നല്ല ഒരു കോൺസെപ്റ്റാണ്.
ട്രാവൽ ആ സ്റ്റുഡിയോന്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് തന്നെ വന്നിട്ട് പോകേണ്ട സ്ഥലം പറയാ, പ്ലാൻസ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക. ട്രാവൽ ആ സ്റ്റുഡിയോന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭാവന വരുമ്പോ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞ 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ സ്ഥലം ഏതാണ്? എനിക്ക് കേരളത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടമാണ്. പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളു മണാലി ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പുറത്ത് എനിക്ക് US ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് ഇഷ്ടമാണ്. ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഉണ്ട്. പോയതിലും മറക്കാൻ പറ്റാതെ കഴിച്ചൊരു ഫുഡ് ഏതാണ്? അതായത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു ഫുഡ്. പണി കിട്ടിയ ഫുഡ് ഇല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ്. ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഞങ്ങൾ റഷ്യ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയിരുന്നു. അവിടെ നിന്ന് കഴിച്ച ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പക്ഷെ അന്നത്തെ എൻ്റെ കഴിക്കാനുള്ള ആക്രാന്തത്തിൽ ഞാൻ എൻ്റെ പേരൊന്നും ചോദിച്ചില്ല. ഫുഡ് കുറേ കഴിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ഇതുവരെ എവിടുന്നും അത് കഴിച്ചിട്ടില്ല. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ അത് തപ്പിപ്പടിച്ച് ഞാൻ പോയി കഴിക്കും. സോ എന്തെങ്കിലും ചോദിക്കാൻ ഭാവനയുടെ ഒരേ ഒരു ചോദ്യം, ഡാൻസ് ചെയ്യുമെന്നോ? അത് ഭാവന തന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം വന്ന മുതൽ പറയാണ് കുഞ്ഞുങ്ങൾ ഹണീബിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാവന കണ്ടില്ലേ, ഇവൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. ഹണീബി ഇറങ്ങുന്ന സമയത്ത് നിനക്ക് എത്ര വയസ്സായി? 9 വയസ്സ്. ഇപ്പൊ ഹണീബി ഇറങ്ങിയിട്ട് എത്ര വർഷമായി ഭാവന? 11 വർഷമായി. 9 വയസ്സുള്ള അവൻ പോലും ഹണീബിയും ജില്ലാലേക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു വൈബ്. കാരണം ദി ക്ലബ് ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ ആണ്. ജീവിതത്തിൽ ഓരോ മൊമെന്റും യാത്രയിലൂടെ സെലിബ്രേറ്റ് ചെയ്യൂ എന്നാണ് ഞങ്ങളുടെ മോട്ടോ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കടൽ മച്ചാനെ നമ്മൾ ഒന്ന് സൈഡാക്കുകയാണ്. കടൽ മച്ചാനെ നമ്മൾ ഒന്ന് സൈഡാക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, പോവില്ല, ഞങ്ങൾ ആരും പോകുന്നില്ല. ജസ്റ്റ് മച്ചാനെ ഒന്ന് സൈഡാക്കി. അനൂപ് ബോസ്